പാർലമെന്റിൽ നിന്നും പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതും എംപിമാരുടെ സസ്പെൻഷനും ഇന്ത്യ-US വ്യാപാര കരാറും പ്രതിപക്ഷം ഉയർത്തും. രാകേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. രാകേഷ്, ഇന്നലെ സമാനതകളില്ലാത്ത പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ വലിയ വീര്യമൊക്കെ നമ്മൾ കണ്ടു. രാജ്യസഭയിൽ മാത്രമാണ് മോദിക്ക് പ്രസംഗിക്കാനായത്. ഇന്നും ഇതേ പ്രതിഷേധം ഇരുസഭകളിലും ഉയർത്താനാണോ തീരുമാനം? അതേ രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളുടെ പ്രതിഷേധങ്ങളുടെ തനിയാവർത്തനം തന്നെ ഇന്ന് പ്രത്യേകിച്ച് ലോക്സഭയിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത വിഷയം, കാരണം തിങ്കളാഴ്ച അദ്ദേഹം കരസേനാ മുൻ മേധാവി MM നരവനെയുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ അദ്ദേഹം പരാമർശിക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഭരണപക്ഷം എതിർക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് അടുത്ത ദിവസം സംസാരിക്കാൻ വിളിച്ചപ്പോഴും അദ്ദേഹം അത് ആവർത്തിക്കുന്നു. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ സംസാരിക്കാൻ അനുവദിക്കാതെ മറ്റംഗങ്ങളെ വിളിക്കുന്ന നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം ലോക്സഭ കാര്യമായി സമ്മേളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ആ ദിവസങ്ങളിൽ ചില പ്രകോപനമുണ്ടായി. പ്രത്യേകിച്ച് നിഷികാന്ത് ദുബെ സോണിയാഗാന്ധിക്കും നെഹ്റുവിനെയും അടക്കം സൂചിപ്പിക്കുന്ന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ പരാമർശിച്ചൊക്കെ തന്നെ സഭയെ വലിയ സംഘർഷത്തിൻ്റെ വേദിയാക്കി മാറ്റിയിരുന്നു. ഏതായാലും ലോക്സഭയിൽ ഈ ബഹളത്തെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രധാനമന്ത്രി സംസാരിക്കാതെയാണ് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയം പാസ്സാക്കുകയും ചെയ്തത്. ഏതായാലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദി പ്രമേയം പാസ്സാക്കിയത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ ഇപ്പോൾ സ്പീക്കർക്ക് ഇന്നലെ വൈകിട്ട് കത്ത് നൽകിയത്. അതായത് ചട്ടം 20, 362 എന്നിവയുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് KC വേണുഗോപാൽ ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് നന്ദി പ്രമേയം പാസ്സാക്കിയതെന്ന് വ്യക്തമാക്കണം എന്നും ഈ കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നും സമാനമായ രീതിയിൽ ലോക്സഭയിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. രാവിലെ 10 മണിക്ക് ഏതായാലും യോഗം ചേർന്ന് എന്തൊക്കെ നിലപാടുകൾ സഭയ്ക്കകത്ത് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യും. ഒപ്പം തന്നെ MPമാരുടെ പ്രതിഷേധം ധർണ തുടരുകയാണ്. കാരണം ലോക്സഭയിലെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് 8 MPമാരെ സസ്പെൻഡ് ചെയ്ത് അവർ പാർലമെൻറ്റ് കവാടത്തിൽ ധർണയിരിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു. അപ്പോൾ അത് ഇന്നും തുടരാൻ തന്നെയാണ് തീരുമാനം. മാത്രവുമല്ല, ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിൽ അക്കാര്യം കൂടി ഉന്നയിച്ചും ഏതായാലും പ്രതിപക്ഷ നേതാക്കൾ നോട്ടീസ് നൽകുന്നുണ്ട്. അങ്ങനെ ലോക്സഭയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യസഭയും ഒരുപക്ഷെ സമാനമായ നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പ്രത്യേകിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാജ്യസഭ നടന്നിരുന്നെങ്കിൽ ഇന്നലെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരുന്നു. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖർഗെയും JP നഡ്ഡയും കൊമ്പുകോർക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരുന്നു. അതിൽ തന്നെ നഡ്ഡ കുട്ടി എന്ന പരാമർശം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തി. അതൊക്കെ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ നടപടികളും ഇന്നും പ്രതിഷേധമുണ്ടാകാൻ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. രഞ്ജിത്ത്, ഒപ്പം ഇന്നലെ നമുക്കറിയാം സ്പീക്കറടക്കം ഉയർത്തിയ ഗൗരവതരമായ ആരോപണങ്ങൾ. തൻ്റെ ഓഫീസിനെ പോലും അറ്റാക്ക് ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വരണ്ട, പ്രതിപക്ഷം അത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. താൻ പറഞ്ഞത് കാരണമാണ് പ്രധാനമന്ത്രി ലോക്സഭയിലേക്ക് വരാത്തതെന്ന് സ്പീക്കർ വരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഒന്ന് ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവർ അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. അത് ഭരണപക്ഷത്തെ വലിയ ആശങ്കയിൽ അല്ലെങ്കിൽ അവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് നേരത്തെ രാഹുൽ ഗാന്ധിയൊക്കെ ലോക്സഭയ്ക്ക് പുറത്തും അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ സമാനതകളില്ലാത്ത തരത്തിൽ ഇതുവരെ ഭരണപക്ഷ വാക്പോര് വല്ലാതെ വർദ്ധിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതെ രഞ്ജിത്ത്, കാരണം പ്രധാനമന്ത്രി സംസാരിക്കാതെ ഇത്തരത്തിൽ നന്ദി പ്രമേയം പാസ്സാക്കുന്ന പതിവില്ല, അത്തരം കീഴ്വഴക്കമില്ല. കാരണം ഇതിനു മുൻപും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്തൊന്നും തന്നെ പ്രധാനമന്ത്രി സംസാരിക്കാതെ ലോക്സഭ പാസ്സാക്കിയിട്ടില്ല. 2004 ഇതിനു മുമ്പ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയാതെ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ പ്രസംഗം പാസ്സാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം എന്ന് തന്നെയാണ് ഇതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒരു വിഷയം ഉന്നയിക്കുന്നു. അതിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാക്കുന്നില്ല. അതിന് സർക്കാർ അന്ന് പറഞ്ഞ വിശദീകരണം നരവണയുടെ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധി തന്നെ സഭയിൽ ആ പുസ്തകം ഉയർത്തിക്കാണിക്കുന്നു. പുറത്ത് മാധ്യമങ്ങളോട് ആ പുസ്തകം കൊണ്ടുവന്ന് പുസ്തകത്തിലെ കാര്യങ്ങൾ അദ്ദേഹം വായിക്കുന്നു. അങ്ങനെ ഒരു ശക്തമായ ഇടപെടൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് മറുപടി കഴിയാതെ പോയത്. അത്രമേൽ സംഘർഷഭരിതമായ കാര്യങ്ങളാണ് ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ സഭ സമ്മേളിച്ച ഉടൻ തന്നെ
പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനം സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും ലോക്സഭാ നടപടികൾ പിന്നെയും തടസ്സപ്പെടുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. ഇനി എന്ത് നിലപാടായിരിക്കും സ്പീക്കർ ഈ വിഷയത്തിൽ കൈക്കൊള്ളുക എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. കാരണം ഈ രണ്ട് സഭകളിലും നന്ദിപ്രമേയത്തിനുള്ള ചർച്ച ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും സഭാ നടപടികൾ പുരോഗമിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധം തുടർന്നാൽ സ്പീക്കർ അടുത്ത നടപടി എന്തായിരിക്കുമെന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല, ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.